എന്റെ റൊണാൾഡോ എന്നാലും ഇത്തിരി കടന്ന കയ്യായി പോയി കേട്ടാ. കടന്ന കയ്യ്? അമ്മയ്ക്ക് കൂട്ട് കിടക്കാൻ വരുമ്പോ എനിക്ക് 200 രൂപ ഡെയിലി വെച്ച് തരണമെന്ന് പറഞ്ഞാണ് എത്ര വലിയ കുറ്റമായത്? പിന്നെ പിന്നെ കനകനും ലില്ലിയും പിള്ളേരും കൂടെ പുറത്തോട്ട് പോകുമ്പോ അമ്മ ഇവിടെ ഒന്ന് കിടക്കണം, കള്ളന്മാരൊന്നും കയറാതെ നോക്കിക്കൊള്ളണോന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ പോയി കിടക്കത്തില്ലായിരുന്ന അവിടെ അടുത്ത്. അവക്കാണെങ്കിലും ഒടുക്കത്ത ജാടയും. അത് മനസ്സിലാക്കണം. പിന്നെ ഞാൻ ഈ 200 രൂപ വേണമെന്ന് പറഞ്ഞതേ ബാങ്കിൽ കൊണ്ടിട്ടിട്ട് പലിശ എടുത്ത് ഫ്ലാറ്റ് പണിയാൻ വേണ്ടിയിട്ടല്ല. പണ്ടത്തെ പോലല്ല, ഇപ്പൊ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. ഈ ചക്ക, മാങ്ങ, തേങ്ങ, ഉണക്കമീനൊക്കെ കഴിച്ചിട്ടേ പ്രഷർ ഷുഗറും കൂടിയമ്മ. ഏതാ എന്നാലും ഞാൻ നിനക്ക് എന്തുമാത്രം വെച്ച് വിളമ്പി തന്നതാടാ. നീ എന്നോട് കൂലി ചോദിച്ചല്ലടാ. പറയുന്നതിന് ക്ലാരിറ്റി വേണം. വെച്ചത് മാത്രമേ ഉള്ളൂ, വിളമ്പി കഴിച്ചത് പാത്രം കഴിയതല്ല ഞാൻ. അപ്പൊ റിസ്ക് ഈക്വലാണ്. ഞാൻ തങ്കത്തിൻ്റെ അടുത്ത് പറയട്ടെ, നിന്റെ അഹങ്കാരം ഞാൻ തീർത്തരാം. നീ എനിക്ക് കൂട്ടി കിടക്കണ്ട, അപ്പൊ അവളോട് ഒന്ന് കിടക്കില്ലെന്ന് അറിയാലോ. 150 രൂപ പറ്റുമോ? വേണ്ട. 100 വേണ്ട. നീ കൂട്ടി കിടക്കട്ടെ. വേണ്ട. ഇത്രയൊക്കെ ഉള്ളല്ലേ? പിന്നെ ഒരുപാട് കിടത്തിയില്ലല്ലോ. സമാധാനം. പാവമായിരുന്നു. ചേച്ചിനോട് ഇപ്പൊ ഓരോന്നും എടുക്കൂലായിരുന്നു അല്ലേ? ഇവിടെ ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ 1 മാസമല്ലേ കടന്നുള്ളൂ. അതും 1 മാസം ഇവിടുന്ന് അങ്ങ് പോയപ്പോഴത്തേക്കും കിടപ്പായല്ലേ? പാവം. മരുന്ന് മന്ത്രമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തമ്പിച്ചേട്ടൻ ചെന്ന് വെള്ളം കൊടുത്തു. എന്നെയും തമ്പിച്ചേട്ടനെയും നോക്കി ഒന്ന് ചിരിച്ചു, കണ്ണടച്ചു. സുഖമരണം. ഇങ്ങനെയൊക്കെ മരിച്ചാൽ മതിയായിരുന്നു. നമ്മളൊക്കെ എങ്ങനെയാ ചാവണേ ആർക്കറിയാം. ആരും വേണ്ടാതെ എവിടെയെങ്കിലും കൊണ്ടിട്ടേക്കുമായിരിക്കും. കഷ്ടം. ഇപ്പൊ തമ്പിയണ്ണൻ എന്ത്? തമ്പിച്ചേട്ടൻ ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ. ഞാൻ ഇനി വന്ന അച്ഛന് സുഖമില്ല. സുലു വന്നായിരുന്ന അവിടുത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞ? ചടങ്ങൊന്നും വേണ്ടെന്ന് മുമ്പേ അമ്മ പറഞ്ഞമ്മ. അമ്മ അവിടെ അമ്മേടെ മണ്ണിൽ തന്നെ അടക്കണം, അത്ര മാത്രമേ അമ്മയ്ക്ക് ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. അയ്യോ, ചടങ്ങൊന്നും ഇല്ലായിരുന്നോ? നല്ല കിടുക്കാച്ച് രസപടി സാമ്പാർ ഇഡലിയൊക്കെ കിട്ടത്തില്ലായിരുന്നു? സാമ്പാറും രസവട ഇഡലി നിന്നാത്തോണ്ടാ. അതല്ല, അതിന്റെ ഇടയില് ഈ ഹിന്ദുസിന്റെ സഞ്ചാര കർമ്മത്തിന് വിളമ്പുന്നതിന് വേറെ രുചിയാ. അത് അറിയാൻ വയ്യാത്ത നമ്മള് ഹോട്ടലിൽ കിട്ടുന്നതല്ല. ചേച്ചി ഒന്നും വിചാരിക്കില്ല, എന്റെ സ്വഭാവം അറിയാലോ. പെരുവയറാവന്. ദേമേ ഫോട്ടോ നോക്കിക്കേ. ഇടിക്കല്ലേ പാവം. അമ്മയായിട്ട് വലിയ കൂട്ടായിരുന്നല്ലോ. പിന്നെ ഇവിടെ വന്ന് ഉടനെ തന്നെ പോയല്ലേ? 1 മാസം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമായിരുന്നു. എന്റെ കൈ പിടിച്ചു വെച്ച് എന്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. കപ്പലിന്റെ വിട്ടാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തോരം മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? അമ്മയ്ക്ക് ഇവരെ രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് എന്താന്നാവോ അങ്ങനെ അധികം കൂടാൻ പറ്റിയിട്ടില്ല. എപ്പോഴും നല്ല കുളിച്ച് മിടിക്കായിട്ട് നടക്കുള്ളായിരുന്നു. അത് ഞാൻ കാണും. എപ്പോഴും ഒരു തുളസിക്കതിര്. അത് തന്നെ ഒരു തുളസിക്കതിര്. സാൻഡൽവുഡിന്റെ മണം. അമ്മയ്ക്ക് മറ്റേ സാൻഡൽവുഡ് സോപ്പില്ലേ, മൈസൂർ സാൻഡൽ, അതേ അമ്മ തേക്കുള്ളൂ. ഇനിയിപ്പോ ചേച്ചി ഒന്നും വെക്കാൻ നിൽക്കണ്ട, ഇവിടെ നിന്ന് കഴിക്കാം. അല്ല തങ്ക, എനിക്ക് പൂജാരിയെ കാണണം. അമ്മ മരിച്ച ദിവസം കരുനാളായിരുന്നു. അയ്യോ, കരുനാളുണ്ടായിരുന്ന? എന്നാ പൂജ നടത്തണം. പെട്ടെന്ന് പോയി പൂജാരിയെ കാണാം. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? പിന്നെ എന്താ സംശയം? എനിക്ക് അനുഭവം ഉള്ളതല്ലേ ഇതൊക്കെ. അമ്മ കരുനാളാണോ മരിച്ചത്? ഞാൻ പോട്ടാ. എന്നാ ചെല്ല്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കട്ടാ. തമ്പേണം വന്നില്ലെങ്കിൽ ഇങ്ങോട്ട് പോരെ, ഇവിടെ കിടക്കാം. പച്ചക്കാട്ട്. അല്ലടാ റൊണാൾഡേ, നീ എന്നാ മറ്റേ ആ അമ്മച്ചിക്ക് കപ്പലണ്ടി മുട്ടായി മേടിച്ചു കൊടുത്തെന്ന് പറഞ്ഞത്? ദൈവമേ, എൻ്റെ കൂടെ വരുമ്പോഴൊക്കെ കയ്യും വീശി കയറി വരും. പോകുമ്പോഴത്തേക്ക് കൈ നിറച്ച് അവരുടെ ആ ടിന്നിന്ന് കപ്പലണ്ടി മുട്ടായി വാരിക്കൊണ്ടാ പോണത്. ഇടി ഒരു ദിവസം ആ തമ്പി കണ്ട് ഞാൻ നാണം കെട്ടുപോയി. ഞാൻ അതിലെ കടയിൽ എപ്പോ പോയി കഴിഞ്ഞാൽ അമ്മ അവിടെ എല്ലാം ഈ നാമജപൻ വായിക്കുന്ന എന്താ പറയുക പുസ്തകം ഉണ്ടല്ലോ, അതും വായിച്ചോണ്ടിരിക്കും. ഞാൻ തിരിച്ചു വരുമ്പോ കപ്പലിന്റെ മുട്ട ഇഷ്ടം പോലെ മേടിച്ചോണ്ടിരുന്നു. 1-2 പ്രാവശ്യം സാധനം ടപ്പന്ന് എടുത്തിട്ടുണ്ട്. ഉടനെ അത് ഈ എടുത്തത് മാത്രമേ കാണത്തുള്ളൂ, കൊടുത്തൊന്നും കാണത്തില്ലേ? ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ചെറുപ്പമായി വരുന്നവർ ഒരുപാട് നുണ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ല വിശപ്പല്ലോ, കഴിക്കാണ്ടോ? നീ രാവിലെ കഴിച്ചതല്ലേടാ? രാവിലെ കഴിച്ചല്ലേ? 3 പൊട്ടാഷ് ഇഡലി എന്നിട്ട് ഈ വൈകിട്ട് എന്താ വരാണ്? എടാ പ്രാന്താ, നീ വല്ല അസുഖം വന്ന് ചാകും ഇങ്ങനെ തിന്നാ. കൊച്ചുകുട്ടി ഒന്ന് മാറും ഒരു ചാലും.
ഇച്ചിരി വഴി തരും. ചില്ലറക്കാരുമാണോ കയറ്റുന്നത്? കൊച്ചു വഴിയേക്കാളും മതിയാ. പൊന്നെ ഇവിടെ ഞാൻ പറയാമെന്ന് എന്താണെന്ന് അറിയാമോ? 2 ദിവസം അവൻ എനിക്കടുത്ത് കൂട്ടുകിടക്കാൻ വന്നതിന് എൻ്റെ അടുത്ത് കൂലി ചോദിച്ചിരിക്കുന്നു. ഇവനോ? വാ പിന്നെ എടാ, അവൻ പോയി. എടാ, ഞാൻ പോയി. ആ നീ ഇങ്ങോട്ട് വാട്ടാ. ദേ 1 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയാലോ. അയ്യോ എന്തോ ഒരു ബഹളമായിരുന്നു അവിടെ. അവനോട് ഞാൻ പറയാലോ. ഒരു കാര്യം ഒന്ന് സഹായത്തിന് വിളിച്ചപ്പോ അവൻ അത് ഇതാക്കുന്നു. അതിന് കൂലി കൊടുക്കാൻ. അമ്മക്ക് എന്തേ? കൂലി കൊടുക്കും ഞാൻ. എന്നാലും അമ്മ നല്ല പണിയാ കാണിച്ചത്. എന്താടാ? ഞാനൊരു 200 രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഉടനെ കൊണ്ടുപോയി തങ്കഞ്ചേട്ടത്തെ ഞാൻ കിളിപ്പിച്ച്. അവരന്ന് എന്നെ എന്ത് പറയണമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന പാകിസ്ഥാൻ തീവ്രവാദി. അവരെന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയാം. ഞാൻ ഒരു തമാശ പറഞ്ഞില്ലേ? തമാശ പറഞ്ഞതായിരുന്നു. പിന്നല്ലോ, ഞാൻ വിചാരിച്ചു നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാണെന്ന്. ഞാൻ അത്രയ്ക്ക് സ്നേഹമില്ലാത്തതാണ്. അമ്മയുടെ കൂടെ കൂട്ടി കിടക്കുന്നത്. ഞാൻ 200 മേടിക്കും. അമ്മ വന്നു അല്ല തന്നാൽ തന്നിടത്തോടെ മേടിക്കും. ഞാനൊക്കെ പോട്ടെ. അമ്മ നേരത്തെ പറഞ്ഞില്ലേ ഈ ആത്മാവിനെ കാണാൻ പറ്റും, കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞേ. അത് നുണ പറഞ്ഞതല്ലേ? എടാ ഞാൻ പറഞ്ഞത് സത്യമാണ്, നീ കേട്ടോ. പിന്നെ ഈ കരിനാളിനാണ് മരിക്കുന്നതെങ്കിൽ പൂജ നടത്തുന്നത് വരെ ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ കാണും. അങ്ങനൊന്നുമില്ല. ചത്ത് കഴിഞ്ഞാൽ അന്നേരം ഇത് ആത്മാവ് അങ്ങ് അത് തീക്കകത്ത് സുനാട്ടിയാവും. പിന്നെ ഇത് ഈ സിനിമാക്കാരെ എഴുത്തുകാരൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നേ അല്ല. അങ്ങനൊന്നുമില്ല. എന്നാ നീ കേട്ടോ, എന്റെ ഗിരിരാജന്റെ മൂത്തത് ഒരു ഹരിരാജൻ ഉണ്ടായിരുന്നു. 10 വയസ്സിൽ മരിച്ചു പോയടാ. ഞാൻ ഒരു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉണ്ടാ നീ കേട്ടോടാ. പിന്നെ ഞാൻ ഒരു ദിവസം അവൻ്റെ മുറിയിലോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് അവൻ്റെ മുറിയിൽ അവൻ്റെ കസേരയിൽ അവൻ എന്നെ നോക്കിയിരുന്ന് ഇങ്ങനെ ചിരിക്കുന്നടാ. എന്നിട്ട് ആത്മാവ് അമ്മ വല്ലതും ചെയ്തോ? അല്ലടാ എന്നെ ഒന്നും ചെയ്തില്ല പാവം. പക്ഷേ എൻ്റെ ബോധം അങ്ങ് പോയി തന്നെ. ആ അങ്ങനെ പല പല ആത്മാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പിന്നെ പഴയതുപോലെ വൃത്തി വീറും മേനയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഒന്നും കാണാറില്ല. നമ്മള് അങ്ങനെ തോന്നുന്നതാ കാണുന്നതായിട്ട്. അങ്ങനെ ആത്മാക്കളെ അങ്ങനൊന്നും കാണാനൊന്നും പറ്റത്തില്ല. അമ്മ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിട്ട്. ഇല്ല, ഉണ്ട് ഉണ്ട് ഉണ്ട്. അങ്ങനൊന്നുമില്ല. അമ്മ രാത്രി മനുഷ്യനെ പേടിപ്പിക്കുക. ആത്മാവ് അല്ലേ അവൻ പോയി കിടന്നു. പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനാ. ഞാനും പോയി കിടക്കാം. തമ്പിയുടെ അമ്മയുടെ പ്രേതം. ആര്? തമ്പിയുടെ അമ്മയുടെ പ്രേതം ജനലിന്റെ അവിടെ. അമ്മയ്ക്ക് ഇത് എന്തോന്നമ്മ ഇത്? പകല് 10 മരണ വാർത്തയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന അമ്മയ്ക്ക് തോന്നിയതാണ്. സ്വപ്നം കണ്ട് മനുഷ്യന് ഉറക്കം കളഞ്ഞു. അല്ലടാ കള്ളമല്ല, എന്നെ കണ്ടുകൊണ്ട് ഞാൻ കണ്ടതാ. അതാണ്ട് ആ ജനലിന്റെ അടുത്ത് നോക്ക്. ഈ അടച്ചിട്ട ജനലിന്റെ ഇവിടെ ആരുമില്ല. അമ്മയ്ക്ക് എന്ത് അടയ്ക്കാൻ? അമ്മയ്ക്ക് ആ മരണത്തിന്റെ കാര്യം ഒരുപാട് നേരം സംസാരിച്ചുണ്ടായ പേടിയല്ല. ഇപ്പോഴൊന്നും ആരും വരത്തില്ല. ഞാൻ പിന്നെ കണ്ടതാടാ. അമ്മ സ്വപ്നം കണ്ടതാന്ന്.
ഇവിടെ ആര് പോയി ജനല് തുറന്നാ ഞാൻ വരുമ്പോ അമ്മ ഇവിടെ കട്ടിലെ കിടപ്പുണ്ട്. ഇവിടെ നീ എഴുന്നേറ്റ് പോവോ? എടാ എന്തോ മറ്റേ എന്തോ ഒരു മന്ത്രം ഉണ്ടല്ലോ, എന്തോ അർജുനൻ ശങ്കരാടി കൊല്ലം തുളസി കണ്ട് പറഞ്ഞു, അതും ചൊല്ലി ആളോടെ പ്രാർത്ഥിച്ച് കിടക്കും. എടാ നീ ഒരു കാര്യം ചെയ്യോ, എന്തോ ഷീറ്റ് വിരിച്ചിട്ട് നീ ഇവിടെ താഴെ കിടക്ക, ഞാൻ നിനക്ക് 200 രൂപ തരാം. അയ്യോ എനിക്ക് തറ കിടക്കാൻ പറ്റത്തില്ല. ഈ തറയിലെ തണുപ്പ് വന്നിട്ട് സുഷ്മ ഞാടിക്കകത്ത് അടിക്കുമ്പോഴേ ഒരു ചെറിയൊരു പൊളച്ചിലുണ്ട്, പിന്നെ കുത്തിരി ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതല്ല ഞാൻ കട്ടിലെ കിടക്കുന്നത്. അമ്മ പേടിക്കണ്ടാവുമ്പോ ധൈര്യമായിട്ട് കിടക്കുന്നു. ഒരു ഭിത്തിക്കപ്പുറത്ത് ആരോഗ്യ ദൃഢഗാത്രനായ ഞാനുണ്ട്. എപ്പോ ഒത്തിരി കിടന്നോ അമ്മ, കിടന്നോ കിടന്നോ, ധൈര്യമായിട്ട് കിടക്കുന്നു. അല്ലെങ്കിൽ ഈ പ്രേതങ്ങൾക്ക് വയസ്സായവരൊന്നും വേണ്ട, ചെറുപ്പക്കാരെ വേണ്ട. കാര്യം ചോര വേണമല്ലോ അവർക്ക്. ഈ ശരീരത്തിൽ നിന്ന് എന്തോ കിട്ടാൻ കുറച്ച് നീര് വെള്ളം മാത്രം. മറ്റേ മന്ത്രം ചൊല്ലിക്കോ, അർജുനൻ ശങ്കരാടി കൊല്ലം തുളസി. അത് അർജുനൻ വിജയൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ജയിച്ചു വന്ന വില്ലാളി വീരൻ. മനുഷ്യല്ലാത്ത ഉറക്കമാണ് ഇങ്ങനെയല്ലോ ഒളിപ്പിച്ച് കിടക്കാതെ വിചാരിക്കുമ്പോഴത്തേന് ഓരോരോ കാര്യങ്ങൾ. ഭർത്താവ് കാത്തരീശ്വരുടെ ഭൂതങ്ങളും പ്രേതങ്ങളും ഒന്നും എന്നെ തേടിയവരല്ലേ. ശരിയായേ അത് കാറ്റും എല്ലാം വന്നടിച്ചായിരിക്കും. അയ്യോ ഭർത്താവേ, നീ കണ്ടില്ലേ എടാ കാണാൻ വേണ്ടി വന്നപ്പാ ഞാനിപ്പോ എന്താ ചെയ്യാം? പോവല്ലേ, ഇതിനൊരു പ്രതിവിധി കാണണം. പിന്നെ അവളെ സുലുവേ ഇതിന് പ്രതിവിധി കാണുമ്പോ അതങ്ങ് പൊക്കോളൂ. ആ പ്രതിവിധി കണ്ടു കഴിഞ്ഞില്ല നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ. ഈ സമയത്തേക്ക് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് വയ്യ. ഇത് എന്തുവാ ഇവിടെ? മക്കള് എന്തുവാണ്? അല്ല മക്കള് നിങ്ങളെങ്ങനെ അകത്ത് കയറി? ഈ വാതിൽ തുറന്നിട്ട് പിന്നെ ആര് കയറാത്തത്? അടച്ചില്ലായിരുന്ന? അമ്മ അപ്പൊ കുറ്റിയിട്ടില്ലായിരുന്നു. ഇല്ലടാ. കൊള്ളാം, നല്ല ആളെയാണ് കൂട്ടിടക്കാൻ ഏൽപ്പിച്ചത്. കള്ളന്മാര് നിന്നെ എടുത്തിട്ട് പോയാൽ അറിയില്ലല്ലോ. കള്ളന്മാരല്ല, പ്രേതം. തമ്മിയുടെ അമ്മ മരിച്ചുപോയ പ്രേതം വന്ന് ജനലിനെ കൈ നീട്ടി പിടിച്ചു. മക്കള് തമ്മിയുടെ അമ്മ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. തമ്പിയുടെ അമ്മ താണ്ട ഈ ജനലിന്റെ അടുത്ത് വന്നോണ്ട് ഞാനിങ്ങനെ കയ്യാട്ടി വിളിക്കുന്ന സത്യമായിട്ടാ. നീ കണ്ടോ? ഞാനും കേട്ടതേ ജനലിക്കടെ കപ്പലിന് മുട്ടായിക്ക് എന്നോട് കൈ നീട്ടുന്ന പോലെ എന്നോട് നീട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ അതെ, മരിച്ചുപോയ അവര് കപ്പലിന് മുട്ടായി തിന്നാൻ വേണ്ടി വരിക. എനിക്ക് മനുഷ്യന് തലവേദന എടുത്തിട്ട് വയ്യ. ഒച്ചിരി കിടക്കാൻ സമ്മതിക്കോ? വാതിലടക്കി അറിയാം. നീ വാതിൽ അടച്ചില്ലായിരുന്ന? ഇങ്ങോട്ട് വരെ നീ ഒന്ന് അടച്ചിട്ട് പോണേ. എടാ എനിക്ക് ഉറക്കം വരത്തില്ലല്ലോടാ ഇന്ന്. ഞാൻ എന്തോ ചെയ്യണം? എന്തിനെത്രയും വലുതായത്? എടി നീ അപ്പൊ തന്നെ ഇങ്ങോട്ട് വരാത്തെന്തായിരുന്നു? ഒന്ന് പോമ്മേ.
പക്ഷെ അത് കണ്ടപ്പോ തന്നെ തലയിറങ്ങി വീണില്ലേ. നേരം എടുത്തിട്ടാ പിന്നെ കണ്ണൂർന്ന്. പിന്നെ ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വരാനാ? എങ്ങനെ ഇരിക്കുന്നു? നമ്മള് പറഞ്ഞപ്പോ എന്തോ ഒരു കളിയാക്കലായിരുന്നു. വന്നപ്പോ പഠിച്ചില്ലേ? അപ്പൊ നീയൊന്നും മോശക്കാരെയല്ലായിരുന്നു. ഇത് വലിയൊരു അനുഭവത്തിൽ നിന്ന് പറയുമ്പോ വിശ്വസിക്കണം. നീയോ എന്നെ കളിയാക്കി. അവരെന്തിനാ എന്നെ പേടിപ്പിച്ചെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഞാൻ അവരോട് മര്യാദക്ക് സംസാരിച്ചിട്ട് പോലുമില്ല. ഞാൻ അവരെന്നെ എന്തിനിങ്ങനെ പേടിപ്പിക്കാൻ വരുന്നത്? ഞാൻ അവരെ കയ്യിൽ പിടിച്ചോണ്ടൊന്ന് നോക്കിയിരുന്നു, അല്ലാതെ ഞാനൊന്നും ചെയ്തില്ലേ. ദൈവമേ, എന്നെ എന്തിനിങ്ങനെ പേടിപ്പിക്കുന്നടാ? നിങ്ങളൊന്നും ഇവിടെ അയലൊക്കത്ത് താമസിക്കുന്നതാന്ന് പറയാ. ഞാനിവിടെ വരുത്തനല്ലേ, എന്നെ പേടിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? കണ്ട രൂപം നിന്നെ പേടിപ്പിക്കും. കപ്പലണ്ടി മുട്ടായി എടുത്ത് കൊടുക്കാൻ അറിയണം, ആലോചിക്കണം. അവരെ കപ്പലണ്ടി മുട്ടായി ഒക്കെ വാരിക്കൊണ്ടുപോയി, അതാണ് നിന്നെ പേടിപ്പിച്ചത്. നിനക്കത് വേണം. ഒന്നാമത്തെ ഇവിടെ ആണുങ്ങൾ എന്ന് പറഞ്ഞ ഒരു ആവശ്യം വന്ന ഒരാണുണ്ടോ ഈ വീട്ടില്? ഉണ്ടോ? എല്ലാം പോയേക്കുന്നു. ഞാൻ ധൈര്യപൂർവ്വം പല കാര്യങ്ങളും നേരിട്ടുള്ളത്. പക്ഷെ ഫ്രണ്ടി വന്നിരുന്നു പ്രേതമൊക്കെ വന്നിരിക്കും, നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? വേറെ വല്ലയിടത്തും ആണെങ്കിൽ വീട്ടിലുള്ളവർ രായ്ക്ക് രാമാനും ഇങ്ങോട്ട് വരൂല്ലേ? ധൈര്യമായിട്ടേ ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പുള്ളി ഇപ്പൊ ഇഞ്ഞ് വരും. ആരാ വരുന്നത്? പാരാസൈക്കോളജിസ്റ്റ്. എനിക്കാണെങ്കിൽ വീട്ടിലോട്ട് കേറി പോകാൻ പേടിയാവുന്നു. എന്റെ പൊന്നെ, നിന്നെ പോലെ പാരയാവാതിരുന്നാ മതിയായിരുന്നു. ഒരു പാരയത്തില്ല, വരുന്ന ആളെ ചെങ്കീരിയ. അയാൾ ഇവിടെ വന്ന കണ്ട അപ്പൊ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിന്റെ പ്രതിവിധികൾ പറയും. എന്തൊരു വിശ്വാസം ഒരാൾക്കാർക്ക്. പുള്ളി വരട്ടെ, ആ പ്രേതത്തിനെ തെക്കിനിക്കകത്തോട്ട് പൂട്ടും. എന്തെങ്കിലും ഒരു തീരുമാനം ആണായിരുന്നു. നമുക്ക് മൂന്നുപേർ കൂടി ഇവിടെ കിടക്കാം കേട്ടോ. അത് മതി. കർത്താവേ. സാറ് സാറ് വന്ന്. അമ്മേ, പാരാസൈക്കോളജിസ്റ്റ്. നല്ല ഭയങ്കര കഴിവുള്ള മനുഷ്യനാ. കണ്ടുപിടിക്കാനായിരിക്കും. ഡോക്ടർ സണ്ണി തെക്കിനിക്കകത്ത് കയറിപ്പോയില്ലേ, അതേപോലെ കയറി പോവാ. മേളിലോട്ട് തന്നെ നോക്കണേ. മേളിൽ നിന്നായിരിക്കും ആത്മാക്കൾ വരുന്നത്. ചത്ത് മേലോട്ട് എടുക്കുമെന്ന് കേട്ടിട്ടില്ലേ? ആരായി റൊണാൾഡോ? ഞാനാ സാറിനെ വിളിച്ചത്. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്, പ്രതിവിധി വേണം. അല്ല, ഈ കരിനാളിന്റെ പരിഹാര പൂജ നടത്തുന്നുണ്ട്, അത് പോരെ? അതൊന്നും സയന്റിഫിക് അല്ല, ഇതൊക്കെ വെറും അന്ധവിശ്വാസമാ. അയ്യോ, നമുക്ക് എങ്ങനെ ഇത് രക്ഷപ്പെടാ? അതെ, ആത്മാവ് ഇവിടെ തന്നെ ഉണ്ട്. ആണോ? അതിന്റെ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ആ ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അപ്പൊ അത് വേണ്ടതെന്ന് വെച്ചാലേ, ഈ വാതില് ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് ആക്കണം. അത് ഈട്ടിയിൽ തന്നെ ആക്കുകയും വേണം. പിന്നെ കന്നിമൂലയിൽ ഒരു ജലസാന്നിധ്യം ആവശ്യമാണ്. ഒന്നീ ഒരു കിണർ കുടിക്കണം, അല്ലെങ്കിൽ ഒരു കുളം കുഴിക്കണം. അതും ഈ ആത്മാവ് ഇവിടെ വന്ന് ശല്യപ്പെടുത്തിയൊക്കെ ആയിട്ട് എന്താ ബന്ധം? മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പൊ വാതിൽ വിളിച്ചിട്ടേക്ക് ആത്മാവ് അകത്തോട്ട് കയറാൻ പറ്റാതെ ടെൻഷൻ അടിച്ച് ഇവിടെ നിൽക്കത്തേ ഉള്ളൂ. പിന്നെ കന്നിമൂലയോ കുളവോ കിണറോ കാണുമെന്ന് അവിടെ പോയി നീന്തി കളിക്കും. നമ്മളെ ശല്യം ചെയ്യാൻ പറ്റത്തില്ല, അല്ല സാറേ? ഇഡിയറ്റ്. തമാശ അല്ല പാരാസൈക്കോളജി, ഇറ്റ്സ് എ സയൻസ്. അതല്ല, ഇതിനൊക്കെ ഒരുപാട് പൈസ ആവൂലേ? ഈ വീട് കനകന്റെ പേരില. അപ്പൊ അവനോട് ചോദിക്കാതെ അങ്ങനെ പൊളിക്കാനും മാറ്റാനൊന്നും പറ്റൂല. ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് ഈ വർക്ക് ഞാൻ എടുത്ത് ചെയ്തു തരാം. ആ, ഗംഭീരായിട്ട് ചെയ്തു തരാം. അതിന് പൈസ ആരും മുടക്കണം? തമ്പിച്ചേട്ടൻ മുടക്കണം. തമ്പിച്ചേട്ടന്റെ അമ്മ കാരണമല്ലേ നമ്മൾ പേടിച്ച് ഈ ഒരു അവസ്ഥയിലായത്. അല്ല സാറേ, ഈ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആത്മാവ് നമ്മളെ ശല്യം ചെയ്യൂ? അങ്ങനെ ശല്യം ചെയ്യില്ല, അത് ഞാൻ ഒരു ടെമ്പററി ആയിട്ട് അങ്ങ് വെളിയിൽ നിർത്തി തരും. അതെനിക്കറിയാം. അയ്യോ അയ്യോ ഞാൻ വീട്ടിലോട്ട് പോവില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. നിങ്ങൾ എങ്ങോട്ട് പോയത്? എനിക്ക് ഈ പകല് നടക്കുന്ന പ്രേതങ്ങളെ ഇഷ്ടമല്ല. വീട്ടിലോട്ട് പോകണ്ട. എനിക്ക് ഞാൻ വീട്ടിലോട്ട് പോകണ്ട. എന്നൊരു കാര്യം ചെയ്യാം, ആ വീട് നമുക്ക് വിൽക്കാം. പറ്റിയൊരു പാർട്ടി കയ്യിലുണ്ട്. തമ്പിയുടെ സുൽത്താൻ വരുന്നു.
തമ്പി എന്താ അങ്ങോട്ട് പോണ്ട, പ്രേതമുണ്ട്. തമ്പിയുടെ അമ്മയുടെ പ്രേതം. എന്റെ അമ്മയുടെ പ്രേതം എവിടെ പ്രേതം? ദാണ്ടെ അങ്ങോട്ട് തങ്കത്തിന്റെ വീട്ടിലോട്ട് കയറി പോയി. തമ്പിച്ചേട്ട പ്രേതമായിരിക്കൂല, കുഞ്ഞമ്മയായിരിക്കും തമ്പിച്ചേട്ടൻ. എങ്ങോട്ട് പോയാ അകത്തുണ്ടോ? അവിടെ പോയി വിളിച്ചോണ്ടോ അല്ലേ? ഇതിപ്പോ എന്താ തമ്പിയുടെ സംഭവം? അമ്മയുടെ ഇരട്ട സഹോദരിയാ, കുഞ്ഞമ്മയാ. മാനസികമായിട്ട് ചെറിയ പ്രശ്നമുള്ള ആളാ. രാത്രി നിന്നില്ല പകൽ ചിലപ്പോ ഇറങ്ങി പൊക്കളയും. അപ്പൊ അവള് ചായ കൊണ്ട് വന്നപ്പോ പോയതാ, കണ്ടില്ല. ശ്ശോ, ഇതിൽ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇരട്ട കിട്ടിയോടി? സഹോദരി കുഞ്ഞമ്മ. കൊണ്ടുവാ. വാ വാ, എന്നാ പോവാണേ? ആണോ കുഞ്ഞമ്മ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ പ്രേതത്തിന്റെ ആത്മാവിന് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലെന്ന്. നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചോ? നീ മിണ്ടരുത്, നീയാണ് ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത്. അപ്പൊ നീ കൂടുതൽ പറയണ്ട, നീയും പേടിച്ച്. അമ്മയും പേടിച്ച്. അതെ, അപ്പൊ ഈ വീട് വെക്കാൻ ഞാൻ ആള് കൊണ്ടുവരണ്ടേ? ഇയാള് പോയില്ലേ ഇതുവരെ? അതെങ്ങനെ ശരിയാവും? അപ്പൊ ഈ കുളവും കട്ടളയൊക്കെ കിടക്കയില്ലേ, അതൊക്കെ ഒന്ന് ആക്കണ്ടേ? അമ്മയുടെ ഒരു 2 ലക്ഷം രൂപ എടുക്കാൻ കാണും. കൊണ്ടേക്ക് ഇവനിപ്പൊ ഞാൻ പൊട്ടിയിട്ട് കൊടുക്കും. അഥവാ ജാമ്യത്തിൽ എടുക്കാൻ വന്ന പൈസ പാരാസെറ്റാമോള് പാരാസൈക്ലോമർ ഏരി കിടക്കണം. ഇപ്പൊ കുടുംബത്ത് ആണായിട്ട് ഒരാളുള്ള എന്റെ വില മനസ്സിലായല്ലോ.